ഹായ്, ഇന്ന് എല്ലാവർക്കും പോകേണ്ട ദിവസമാണ്. പക്ഷേ ഞാൻ അലാറം ചെറുതായിട്ടൊന്ന് സ്നൂസ് ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ. കുറച്ചങ്ങ് ലേറ്റായിപ്പോയി എണീറ്റപ്പോൾ. അതുകൊണ്ട് ഇത്തിരി സ്പീഡിൽ ഓടിയാലേ സമയത്തിന് എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തലേന്ന് തന്നെ എന്തൊക്കെയാണ് കറി വെക്കേണ്ടത്, എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിനെന്ന് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് രാവിലെ ഇത്തിരി താമസിച്ചാലും കുഴപ്പമില്ല, നമുക്കെല്ലാം സെറ്റാക്കി ഇറങ്ങാവുന്നതേ ഉള്ളൂ. അപ്പം വേഗം തന്നെ കഞ്ഞിയൊക്കെ തിളപ്പിച്ച് വാർത്തു. പിന്നെ ഉണക്കമീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണക്കമീനും തക്കാളി ഇട്ടൊരു ചാറ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തോരന് കപ്പളങ്ങ തലേന്ന് തന്നെ നമ്മൾ അരിഞ്ഞ് ബോക്സിനകത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള അരപ്പ് റെഡിയാക്കിയാൽ മതി. തേങ്ങയൊക്കെ ചിരവി ചേട്ടായി ഇടയ്ക്ക് കൊണ്ട് ചിരവി തന്നു. അപ്പോൾ അതത്ര എളുപ്പമായി കിട്ടി. അപ്പോൾ രണ്ടിനും ഒന്നിച്ച് ഞാനിങ്ങ് അരച്ചെടുക്കുവാണേ. അപ്പം മീനിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയ്ക്കകത്തേക്ക് 2-3 ചെറിയുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു. തക്കാളിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിലേക്ക് ഈ അരപ്പും കൂടെ ചേർത്തിളക്കി പിന്നെ മീനും കൂടെ ചേർത്ത് തിളപ്പിച്ചെടുത്താൽ കറി റെഡി. പിന്നെ പപ്പായയ്ക്ക് നമുക്ക് തോരൻ പെട്ടെന്ന് റെഡിയാക്കാമല്ലോ. ഇച്ചിരി പച്ചമുളകും തേങ്ങയും ഉള്ളിയും കറിവേപ്പിലയൊക്കെ ചെറുതായിട്ടൊന്ന് മിക്സിയിൽ ചതച്ചെടുത്തു. അതും തോരനും പെട്ടെന്ന് തന്നെ റെഡിയാക്കി. ഇതിനിടയ്ക്ക് ഏത്തയ്ക്ക പുഴുങ്ങാൻ വെച്ചു. അതേ ഇഡ്ഡലിത്തട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ടയും പുഴുങ്ങി. ഇനി പുട്ടുണ്ടാക്കണം, അതിനിടയ്ക്ക് ചായ റെഡിയാക്കണം. അപ്പം പുട്ടിനുള്ള പൊടി തേങ്ങയും ഉപ്പും കൂടി ഇട്ട് ഒന്നിച്ചാണ് ഇവിടെ മിക്സാക്കിയത്. അല്ലെങ്കിൽ രാവിലെ ആദ്യം തേങ്ങ ഇട്ടു, പിന്നെ പുട്ടുപൊടി ഇട്ടു, പിന്നെ കുറച്ച് തേങ്ങ, അങ്ങനെയൊന്നും നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ തേങ്ങ പുട്ടുപൊടിക്കകത്തേക്ക് ഇട്ട് എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യുവാണ് ചെയ്തത്. പിന്നെ നമ്മൾ കറിക്കകത്തേക്ക് നമ്മുടെ ചാറുകറിയിലേക്ക് കടുകൊക്കെ വറുത്ത് ഇട്ടു. അത് നല്ല ടേസ്റ്റ്, സൂപ്പർ കറിയാണ് കേട്ടോ, ഒത്തിരി ഇഷ്ടമായി. ചോറൊക്കെ ഉണ്ണാനായിട്ട് ഈ മീൻകറി, ഉണക്കമീൻകറി അടിപൊളിയാണ്. പിന്നെ വേഗം വന്ന് ബാക്കി രാവിലെ ഒത്തിരി പാത്രങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. അതെല്ലാം ഒന്ന് കഴുകി പെറുക്കി വെച്ചു. പിന്നെ അല്ലെങ്കിൽ വൈകുന്നേരം മടുത്ത് വരുമ്പോൾ ഈ പാത്രം സിങ്കിൽ കിടക്കുന്ന കാണുമ്പോൾ ഉള്ള മൂടങ്ങ് പോകും. പിന്നെ വേഗം ഞാൻ പോയി പെട്ടെന്നൊന്ന് ഫ്രഷായി വന്ന് ഡ്രസ്സ് മാറി. 8:30 നമുക്ക് സ്കൂൾ ബസ് വരും കേട്ടോ മുകളിൽ. പിന്നെ ചെറിയ മോളെ ഡ്രസ്സൊക്കെ ഇടിയിച്ച് ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് ചേട്ടായി നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ തലമുടി കെട്ടി മേക്കപ്പ് ഇടുക എന്നുള്ളതാണ് എൻ്റെ കടമ. അപ്പോൾ അത് ഞാൻ വേഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എവിടെ പോയാലും വാലിട്ട് കണ്ണെഴുതണം. അപ്പം വാലിട്ട് കണ്ണെഴുതി എല്ലാം റെഡിയാക്കി എനിക്കൊരു ഉമ്മയും കൂടെ തന്നു. അപ്പോൾ ചോദിക്കുക, അമ്മ എല്ലാം നശിപ്പിച്ചോ എന്ന്. അതായത് വാലിട്ട് കണ്ണെഴുതിയതിൻ്റെ പുറമെ ഒരു ഉമ്മ കൊടുത്തപ്പോഴത്തേനും വാലിട്ട് കണ്ണെഴുതിയത് പോയോ എന്ന് അറിയാനാണ് ആ ചോദ്യം. അങ്ങനെ മൂത്തയാൾ സ്റ്റോപ്പിലേക്ക് പോയി. ഞങ്ങൾ ഇതാ തിരക്ക് പിടിച്ച് ഇറങ്ങുകയാണ്. 8:30 വണ്ടി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ.